ദൂരം കൊണ്ട് ഏറെ അകലെയാണെങ്കിലും ഹൃദയം കൊണ്ട് ഏറ്റവും അടുത്തിരിക്കുന്ന ഒരു സ്ഥലത്തേക്കുള്ള യാത്രയിലാണ്. ചില സ്ഥലങ്ങൾ തരുന്ന നല്ലതും ചീത്തയുമായ അനുഭവങ്ങൾ നാം ഒരിക്കലും മറക്കില്ലല്ലോ. അത്തരമൊരു സ്ഥലത്തേക്ക് എൻ്റെ കുഞ്ഞിനെയും കൊണ്ട് ഞാൻ പോവുകയാണ്. അവനെയും കൊണ്ട് പോകുന്ന ചെറിയൊരു ടെൻഷനുണ്ട്. കാരണം പ്രസവശേഷം ആദ്യമായാണ് ഇത്രയും ദൂരം അവനെയും കൊണ്ട് പോകുന്നത്. അവനാകട്ടെ ഇതൊന്നും ശ്രദ്ധിക്കാതെ വഴിയിലെ വണ്ടികളും കാഴ്ചകളും ഒക്കെ കണ്ട് ആസ്വദിച്ചിരിക്കുന്നുണ്ടായിരുന്നു. ഈ വീട്ടിലാണ് ഞങ്ങൾ അന്നത്തെ ദിവസം വെള്ളിയാഴ്ച നിന്നത്. ഇത് ജൂലി ടീച്ചറുടെ വീട്. എന്നെ ഒരുപാട് സ്നേഹിക്കുകയും കരുതുകയും ഒക്കെ ചെയ്ത ഒരു അധ്യാപികയാണ്. ജൂലി ടീച്ചറുടെ വീട്ടിൽ കയറി താമസത്തിന് വിളിച്ചപ്പോൾ പോകാൻ പറ്റിയില്ല. അതിൻ്റെ വിഷമം ഞങ്ങൾ ഇങ്ങനെ അങ്ങ് തീർത്തു. പിറ്റേ ദിവസം ഞങ്ങൾ പോയത് എന്നെ ഒരുപാട് സ്നേഹിച്ച ആ സ്ഥലത്തേക്കാണ്. പോകുന്ന വഴിയിൽ കണ്ട കാഴ്ചകളാണ് ഈ ചിത്രത്തിൽ വീഡിയോയിൽ നിങ്ങൾ കാണുന്നത് കേട്ടോ. ഒരുപാട് സന്തോഷമുണ്ട് മനസ്സിന്. കാരണം ഒരുപാട് ഓർമ്മകളാണ് ആ ഒരു സ്ഥലം എനിക്ക് തന്നത്. പണ്ടൊക്കെ ഈ വഴിയിലൂടെ വരുമ്പോൾ ഈ വഴിയൊക്കെ ആകെ മോശമായിരുന്നു. ഇപ്പോൾ എല്ലാം നന്നായി കിടക്കുന്നു. അത് മാഴ്സിയിട്ട് ഇത് നമ്മുടെ ഡോക്ടറുടെ വീടാണ് കേട്ടോ. അവിടുത്തെ ബോഗൻവില്ല കാണാൻ എന്ത് ഭംഗിയാണല്ലേ. ഇത് ഞാൻ താമസിച്ച ക്വാർട്ടേഴ്സാണ് കേട്ടോ. ഇതാണ് ഞാൻ പറഞ്ഞ സ്ഥലം. എന്നെ ഒരുപാട് സന്തോഷിപ്പിക്കുകയും അതുപോലെ തന്നെ എൻ്റെ ടീച്ചിങ് പ്രൊഫഷനിൽ ഏറ്റവും സഹായിക്കുകയും ചെയ്ത ഒരു സ്ഥലമാണിത്. MTS UPS നന്നമുക്ക്, മലപ്പുറം ജില്ലയിലെ ഈ സ്കൂൾ ഒരിക്കലും സ്കൂളിൽ വന്നവരാരും തന്നെ ഒരിക്കലും ജീവിതത്തിൽ നിന്ന് ഈ സ്കൂൾ മറക്കില്ല. ഞാൻ വരുന്ന സമയത്ത് ഇവിടെ പാർക്കൊന്നുമില്ലായിരുന്നു കേട്ടോ. എങ്കിലും ഈ ഇടയിൽ ഇവിടെ പാർക്കൊക്കെ നിർമ്മിച്ച് സ്കൂൾ വിപുലമാക്കിയിട്ടുണ്ട്. ഞാനിവിടെ വന്നത് ഒരു ടീച്ചറുടെ റിട്ടയർമെൻറ്റ് ഫംഗ്ഷന് വേണ്ടിയിട്ടാണ്. ഒരുപാട് ഫോട്ടോസൊക്കെ എടുത്തെങ്കിലും എല്ലാം ഇതിൽ ഉൾപ്പെടുത്താൻ പറ്റില്ലല്ലോ. പിന്നെ തിരിച്ചു പോകുന്ന വഴിയിലാണ് ഞങ്ങൾ. തിരിച്ചു പോകുന്ന വഴിയിലെ കുഞ്ഞു കുഞ്ഞു കാഴ്ചകളാണ്. ഇത് കുരിയച്ചിറ പള്ളി. ഈ പള്ളിയുടെ അടിഭാഗത്തും പ്രാർത്ഥിക്കാനായി സ്ഥലമുണ്ടെന്നാണ് പറയുന്നത്. ഒരുപാട് സന്തോഷത്തോടെയാണ് ഞാൻ മടങ്ങുന്നത്. കാരണം ഇത് 2 വർഷം മുമ്പ് ഞാനെടുത്ത ഒരു വീഡിയോ ആണ് കേട്ടോ. ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകുമല്ലോ എന്തുകൊണ്ടായിരിക്കാം അവിടെ എനിക്ക് ഏറെ പ്രിയപ്പെട്ടതായി മാറിയതെന്ന്. ഞാൻ ജനിച്ച ജന്മനാട്ടിനേക്കാളിലും അതല്ലെങ്കിൽ ഞാൻ ഇപ്പോൾ ആയിരിക്കുന്ന ഈ വീടിനേക്കാളും ഒക്കെ എനിക്കേറെ പ്രിയം ഈ സ്ഥലം തന്നെയാണ്. അത്രയേറെ സ്നേഹിക്കുകയും കരുതുകയും ചെയ്ത ഒരുപാട് മനുഷ്യരുള്ള ഈ സ്ഥലമല്ലാതെ മറ്റേത് സ്ഥലമാണ് ഞാൻ ഇത്രമാത്രം സ്നേഹിക്കുക.